മലയാളത്തിലെ പ്രശസ്ത നടീനടന്മാരുടെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ പലർക്കും പല രാഷ്ട്രീയ അനുഭവങ്ങൾ തന്നെയായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില നടന്മാരുടെയും നടിമാരുടെയും രാഷ്ട്രീയ അനുഭവം ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഉണ്ണിമുകുന്ദൻ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉണ്ണിമുകുന്ദൻ ഒരു BJP അനുഭാവി തന്നെയാണ്. അനുശ്രീയും ഒരു BJP അനുഭാവി തന്നെയാണ്. അഹാന കൃഷ്ണ മറ്റാരുമല്ല, കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാന ഒരു BJP അനുഭാവി തന്നെയാണ്. ധർമ്മജൻ എടുക്കുകയാണെങ്കിൽ ധർമ്മജൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ജയറാമും വരുന്നത്. ജയറാമും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. രമേശ് പിഷാരടിയും മറ്റാരെയും പോലെ തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. ധർമ്മജൻ്റെ ഉറ്റ സുഹൃത്ത് തന്നെയാണ് രമേശ് പിഷാരടി. എന്നാൽ മമ്മൂട്ടിയുമായി നല്ല സൗഹൃദത്തിലാണ് രമേശ് പിഷാരടി. നടൻ കൃഷ്ണകുമാർ BJP പ്രവർത്തകൻ തന്നെയാണ്. ഇലക്ഷൻ അടക്കം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അജു വർഗീസ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ബിജു മേനോനും അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി തന്നെയാണ്. എന്നാൽ നടി മീന BJP അനുഭാവിയാണ്. ഫഹദ് ഫാസിൽ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. നടൻ മോഹൻലാൽ ഒരു BJP അനുഭാവി തന്നെയാണ്. നിവിൻ പോളി എന്നാൽ ഒരു കോൺഗ്രസ് അനുഭാവി തന്നെയാണ്. അതുപോലെ തന്നെയാണ് നടൻ കുഞ്ചാക്കോ ബോബനും കോൺഗ്രസ് തന്നെയാണ്. മുകേഷ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടി തന്നെയാണ്. മഞ്ജു വാര്യറും അതുപോലെ ഒരു കോൺഗ്രസ് അനുഭാവി തന്നെയാണ്. കാവ്യ മാധവൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കാവ്യ മാധവനും ഒരു കോൺഗ്രസ് അനുഭാവി തന്നെയാണ്. ഇന്നസെൻ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നടൻ ആസിഫ് അലിയും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നടൻ മമ്മൂട്ടിയും. അതുപോലെ തന്നെയാണ് നടൻ സിദ്ദിഖ് ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. പിന്നെ നമ്മുടെ MP സുരേഷ് ഗോപി ഒരു BJP പ്രവർത്തകൻ തന്നെയാണ്. നടൻ ടൊവിനോ തോമസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. നടൻ പൃഥ്വിരാജും അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി തന്നെയാണ്. നടൻ ഹരിശ്രീ അശോകനും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി തന്നെയാണ്. ഇന്ദ്രൻസും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി തന്നെയാണ്.